കഴിഞ്ഞ കുറേ നാളുകളായി മൂന്നാറിൻ്റെ ഉറക്കം കെടുത്തുന്ന പടയപ്പയാണ് നിൽക്കുന്നത്. വളരെ പ്രകോപിതനാണ്, അതോടൊപ്പം തന്നെ മദപ്പാടിലാണ്. ഈ ആനയെ മുഴുവൻ സമയവും നിരീക്ഷിക്കുക എന്ന ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് വനംവകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. പ്രധാനമായും 2-3 മാർഗങ്ങളാണ് ആനയെ നിരീക്ഷിക്കുന്നതിനായി വനംവകുപ്പിൻ്റെ മുന്നിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് നേരിട്ട് വാച്ചർമാരെ ഉപയോഗിച്ചുകൊണ്ട് ആനയുടെ സഞ്ചാരം നിരീക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലടക്കം ആന കാട്ടിനകത്തേക്ക് കയറും. ഇതേപോലെയുള്ള ചോലവനത്തിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ അതിനെ കണ്ടെത്തുകയും അതിൻ്റെ സഞ്ചാരപാത നിരീക്ഷിക്കുകയും ചെയ്യുക എന്നത് ബുദ്ധിമുട്ടേറിയതാണ്. അതുകൊണ്ടാണ് ഡ്രോണിൻ്റെ സഹായം കൂടി വനംവകുപ്പ് തേടുന്നത്. ഇന്ന് പ്രധാനമായും മുംബൈയിൽ നിന്നുള്ള ഒരു കമ്പനി 2 തരത്തിലുള്ള ഡ്രോണുകൾ വനംവകുപ്പിൻ്റെ ആവശ്യത്തിനായി എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയും, ഈ ഭൂപ്രകൃതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്ന പരീക്ഷണം നടത്തിയിരുന്നു. അതിൽ ആദ്യത്തെ മോഡൽ Q6 എന്ന് പറയുന്ന മോഡലാണ്. അത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വിവാഹ ചിത്രീകരണത്തിനടക്കം ഉപയോഗിക്കുന്ന ഡ്രോണിനേക്കാൾ കുറെ കൂടി വലുപ്പമുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത അതിന് തെർമൽ സെൻസിങ് ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് നൈറ്റ് വിഷൻ, രാത്രി കാലങ്ങളിൽ കൃത്യമായി ദൃശ്യങ്ങൾ പകർത്താൻ കഴിയും. കൂടാതെ 1 മണിക്കൂറിലധികം ഇതിൻ്റെ ചാർജ് നിൽക്കും. ഇതാണ് Q6 എന്ന് പറയുന്ന മോഡലിൻ്റെ പ്രത്യേകത. രണ്ടാമത് ഉപയോഗിക്കുന്നത് നമ്മൾ അതിർത്തിയിലൊക്കെ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്വിച്ച് എന്ന് പറയുന്ന മോഡലാണ്. ആ 2 മോഡലാണ് മൂന്നാറിൻ്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് ഇവിടെ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിച്ചത്. എന്തായാലും ആദ്യ പരീക്ഷണം പ്രായോഗികമായി ഫലം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ചോലവനത്തിനകത്ത് നിൽക്കുകയായിരുന്ന ആനയെ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുകയും അതിൻ്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പ്രായോഗിക തലത്തിൽ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തിട്ടായിരിക്കും ഇത് ചിന്നക്കനാലിലും അതോടൊപ്പം തന്നെ മൂന്നാറിലും ആനകളെ പൂർണ്ണ സമയം നിരീക്ഷിക്കുന്നതിനായി ഉപയോഗിക്കാനായി എത്തിക്കാൻ തീരുമാനിക്കുക. ആ കാര്യത്തിൽ വനംവകുപ്പിന്റെ ആസ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഇതിന്റെ തീരുമാനം എടുക്കേണ്ടത്. എന്തായാലും ആദ്യഘട്ടം പരീക്ഷണം വിജയം കണ്ടിരിക്കുന്നു. ഈ 2 ഡ്രോണുകളും ഈ മേഖലയ്ക്ക് അനുയോജ്യമാണ്. അത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോഴും ഏറ്റവും വലിയ പ്രശ്നം, ആനയെ കണ്ടെത്തിയാലും ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് എങ്ങനെ തടയും എന്ന ചോദ്യം അപ്പോഴും അവശേഷിക്കുകയാണ്. മാട്ടുപ്പെട്ടി ടോപ്പിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.